പുറത്ത് പോയി വെട്ടി വീഴുക പോകണം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഇവിടെ കഴിക്കാൻ പോണതാണ് ഹവാബൻ ഹരുടെ. അപ്പൊ ഇതിന്റെ ലുക്ക് ഒരുമാതിരി പല്ലിക്കാട്ട പോലെ ഇരിക്കും. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിശപ്പ് തോന്നിക്കും. ഇത് വളരെ ഒക്കേഷണലി ഞാൻ ഇതുപോലെയൊക്കെ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് എന്നും കഴിച്ച് വണ്ണം കൂട്ടുന്ന ഐറ്റം ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മൾ റെസ്റ്റോറന്റിൽ പോയപ്പോൾ മമ്മി ഇരിക്കുന്നതിന്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് AC. അപ്പോൾ നമുക്ക് തണുപ്പടിക്കാണ്ടിരിക്കുക ഇങ്ങനെ തലയിൽ ഷാളൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ആ നേരം നോക്കി ഞാൻ ഗുഡ് ഗേൾ ആയിട്ട് ഇവിടെ മടിമ ടോവലൊക്കെ വിരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ സവാളയിൽ ഇങ്ങനെ ലെമൺ ജ്യൂസും സോൾട്ട് പെപ്പറൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു പനീർ മഹാരാജ. അതിന്റെ ഒപ്പം എപ്പോഴും ഓർഡർ ചെയ്യാറുള്ള ബട്ടർ ഗാർലിക് നാൻ. മമ്മിക്ക് കിട്ടിയത് കുറച്ച് കരിഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ മമ്മിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. കാരണം എനിക്ക് എന്തായാലും അവരോട് മാറ്റി തരാനായിട്ട് പറയാൻ പറ്റില്ല. ഇൻട്രോവേർട്ട് ആണ് നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലാവും. എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അതിന്റെ ഒപ്പം തന്നെ കുറച്ചിങ്ങനെ സവാള കൂടെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഴയുടെ ചുറ്റുള്ളതൊന്നും കാണൂല. മെനുവിൽ മഷ്റൂം ഫ്രൈഡ് റൈസ് ആയിരുന്നു. പക്ഷെ മമ്മിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട. അതുകൊണ്ട് ഞാൻ പറയും മഷ്റൂം പുലാവ് കൊണ്ടുവരാം. അപ്പൊ അവരവരുടെ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടി. എന്നാൽ പോലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേ സെയിം കറിയായിട്ട് തന്നെ ആയിട്ട് നമ്മൾ ഇതും കഴിച്ചത്. എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മളെ തനി രൂപം പുറത്ത് വരുമല്ലോ. കൈയിട്ട് പ്ലാമ്പാണ്ട് നമുക്ക് ഒരു തൃപ്തിയും കിട്ടൂല. ഞാൻ കൈ കഴുകാനായിട്ട് ഇവിടെ ഇങ്ങനെ ചൂടുവെള്ളം നാരങ്ങയായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് വെച്ച് കൈ കഴുകിയാൽ വേറെ കൈ കഴുകാനായിട്ട് പോകണ്ട. ഇവിടെ ഇത്ര ഹെവി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം കുറച്ച് ലൈം കുടിക്കാനാണ്. ഞാൻ ഒരു നാളവും മാനല്ലാണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോലും തരാണ്ടിരുന്ന് കുടിക്കണം നോക്കിയാൽ ഗൈസ്. ഇവിടെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് പോലും കണ്ടിട്ട് സൈക്കിളില്ല. എല്ലാ തവണത്തെ പോലെ ഇത്തവണ ഫുഡ് ബാക്കി വന്നപ്പോൾ അതിനെ പാക്ക് ചെയ്ത് എടുത്ത് പോണ വഴിക്ക് പശുക്കൾക്കോ അല്ലെങ്കിൽ റാണിമാർക്ക് കൊടുക്കാനായിട്ടാണ്. ഇവിടെ പശുവും ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊടുത്തപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നക്കി നക്കി കഴിക്കണം നോക്കി. അപ്പൊ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.